ഡിയർ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ടുഡേയ്സ് മെസ്സേജ് ഫോർ യു ചലഞ്ചാണ്. സോ നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈഫിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല ചലഞ്ചസും നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഒരു ധാരണയാണ് അത് ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസൻറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ നമ്മളെപ്പോഴും അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മളെപ്പോഴും മുന്നിൽ വരുന്ന തടസ്സത്തെയോ അല്ലെങ്കിൽ ചലഞ്ചിനെയോ നമ്മളൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അത് നമുക്ക് വലിയൊരു അവസരമാണ് തരുന്നത് മുന്നോട്ടേക്ക് പോകാൻ, ഒരു ഓപ്പർച്യൂണിറ്റി, ലൈഫിലുള്ള പേഴ്സണൽ ഗ്രോത്തിനും മാറ്റത്തിനും വേണ്ടിയിട്ടുള്ളൊരു ഹൈലൈറ്റ് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ ഒരിക്കലും ചലഞ്ചസ് ഇല്ല എങ്കിൽ നമ്മൾ ആരും വളരില്ല, ആരുടെയും ജീവിതത്തിൽ വളർച്ച ഉണ്ടാവില്ല. ഈ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു പ്രത്യേക സാഹചര്യം നിങ്ങൾക്ക് തുടരെ വരുന്നുവെങ്കിൽ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ നെഗറ്റീവ് ലൈറ്റിലാണ് കാണുന്നത് എന്നർത്ഥം. അതിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ഒരു ചാലഞ്ച് നിങ്ങളുടെ അടുത്തേക്ക് തുടരെ വരുന്നുണ്ട് എങ്കിൽ ഈ ഒരു ചാലഞ്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം ഒന്നാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ചാലഞ്ച് എനിക്ക് എപ്പോഴും വരുന്നത്? ഇത് ഞാൻ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ ചെയ്താൽ ഈ ഒരു മാറ്റം, ഈ ഒരു ചലഞ്ച് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം, ഈ ഒരു തടസ്സം അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ എത്രത്തോളം വലിയ ചലഞ്ചാണോ അത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എന്താ പറയുക, അതിനെ നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക, പക്ഷെ അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. വിത്ത് ലവ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. ലൈഫിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവണം. ഗ്രോത്ത് എപ്പോഴും ഒരു എളുപ്പമാർഗമല്ല. അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു ചലഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള സമയമല്ല. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ചലഞ്ചിനെ സ്വീകരിക്കുകയും അതായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആവുകയും ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിലാക്സ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ചലഞ്ച് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് അവയർനെസ്സിലൂടെയും സ്പിരിച്വൽ അവയർനെസ്സിലൂടെയും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.